ചെറുപ്പത്തിൽ വിക്കി സംസാരിച്ചിരുന്ന റോവൻ സെബാസ്റ്റ്യൻ ആറ്റ്കിൻസനെ അവന്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരെല്ലാം കളിയാക്കുമായിരുന്നു. എന്നാൽ ആ പരിഹാസങ്ങളെയെല്ലാം തന്റെ കഠിനാധ്വാനം കൊണ്ട് നേരിട്ട് മിസ്റ്റർ ബീൻ എന്ന പേരിൽ അയാൾ എങ്ങനെയാണ് ലോകത്തെ കീഴടക്കിയത്. 100 Days 100 Story പാർട്ട് 40 ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. മെറിറ്റിൽ പാസ്സായി ലോക പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉപരിപഠനത്തിനായി റോവൻ സെബാസ്റ്റ്യന് പ്രവേശനം ലഭിക്കുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിമറിയുന്നത്. കോളേജിലെ കലാപരിപാടികൾ കണ്ടപ്പോൾ റോവന് സ്റ്റേജിൽ കയറണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഇരിക്കെയാണ് റിച്ചാർഡ് കാർട്ടിസ് എന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരനെ റോവൻ പരിചയപ്പെടുന്നത്. ഇരുവരും ഒന്നിച്ചപ്പോൾ പിറന്നതോ ചരിത്രവും. തന്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിനെ മറികടക്കാൻ റോവൻ ഒരു വഴി കണ്ടുപിടിക്കുന്നു. വാക്കുകളേക്കാൾ മുഖഭാവങ്ങൾക്കും ശരീരഭാഷയ്ക്കും പ്രാധാന്യം നൽകുക. അങ്ങനെ റോവൻ സ്വന്തമായി ചില കഥാപാത്രങ്ങൾക്ക് രൂപം നൽകുന്നു. അന്നേ വരെ റോവനെ കണ്ട് കളിയാക്കിയവർ ആ സ്റ്റേജ് പ്രോഗ്രാം കണ്ടയുടനെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, ആസ്വദിക്കുന്നു. എന്നാൽ കോളേജ് പഠനത്തിന് ശേഷം നിരവധി പ്രൊഡക്ഷൻ ഹൗസുകൾ കയറി ഇറങ്ങിയെങ്കിലും റോവന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. TV ചാനലുകൾ തഴഞ്ഞു. എന്നാൽ റോവൻ പിന്മാറാൻ തയ്യാറായില്ല. മറ്റുള്ളവർ പോരായ്മയായി കണ്ട തന്റെ സംസാര വൈകല്യത്തെ റോവൻ തന്റെ കരുത്താക്കി മാറ്റി. മുതിർന്നവരിലെ ആ കുട്ടിത്തം പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ വെറും 15 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു പരമ്പര പുറത്തിറക്കുന്നതിലൂടെ റോവൻ അറ്റ്കിൻസൺ എന്ന പേരിൽ നിന്നും മിസ്റ്റർ ബീൻ എന്ന പേര് ലോക ചരിത്ര പുസ്തകങ്ങളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരാണ് ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയത്. ഒരു കാലത്ത് ചാനലുകാർ ടിവിക്ക് പറ്റിയ മുഖമല്ലെന്ന് റിജക്ട് ചെയ്ത അതേ മനുഷ്യൻ ഇന്ന് $150 മില്യൺ ആസ്തിയുള്ള ഒരു ആഗോള ബ്രാൻഡാണ്. അന്ന് സൈക്കിളിലും ടാക്സി കാറുകളിലും വന്ന ആളുകളെ ചിരിപ്പിച്ച മിസ്റ്റർ ബീൻ നിന്ന് മക്ലറൻ F1, ആസ്റ്റൺ മാർട്ടിൻ, റോൾസ് റോയ്സ് തുടങ്ങി കൈവിരലുകളിൽ എണ്ണിയാൽ തീരാത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ആഡംബര കാറുകൾ സ്വന്തമായുണ്ട്. മിസ്റ്റർ ബീന്റെ ജീവിതകഥ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകളും വിജയത്തെയും നോക്കി സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് എന്താണോ ഉള്ളത് അതിൽ 100% എഫേർട്ട് ഇടുക. കളിയാക്കലുകളും കല്ലേറുകളും വരട്ടെ, സ്വയം വിശ്വസിക്കുക, പവർഫുൾ കംബാക്ക് കൊടുക്കുക. സ്വന്തം പോരായ്മകളെ കരുത്താക്കി മാറ്റിയ മിസ്റ്റർ ബീന്റെ ഈ പവർഫുൾ സ്റ്റോറി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സന്റെ പേര് കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി.